അവിടെ എവിടെ പോയാലും ഞങ്ങൾ രണ്ടാളുടെ മകളല്ലാണ്ട് ആവില്ല. ഒരു 100 വർഷം ഇതേമാതിരി പൊങ്കാലിടാൻ നിങ്ങൾക്ക് കുടുംബത്തിൽ സാധിക്കട്ടെ എന്ന് വലിയ പ്രാർത്ഥന. നമ്മുടെ കുടുംബം എല്ലാവരും ഇത്രയും കാലം ഇത് ഇടാൻ പറ്റാത്തതിന്റെ കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. എല്ലാത്തിനും സമയം കഴിഞ്ഞ വർഷം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോ വിചാരിച്ചാണ് ഇനി മുതൽ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആപത്തുകളൊന്നും ഇല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അമ്മയുടെ വീട്ടിലിടാൻ പറ്റുകയാണെങ്കിൽ ഇനി ഇവിടുന്നെല്ലാം വരെ. കഴിഞ്ഞ പ്രാവശ്യം ആഗ്രഹിച്ച കാര്യം നടന്നോ? പക്ഷെ ഇതിപ്പോ നെഗറ്റീവായിട്ട് പറയും, അതറിയാലോ. നാളത്തെ എന്റെ അസുഖത്തെ പറ്റിയിട്ടായിരുന്നു. ഞങ്ങള് വയ്യാണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അടുത്ത പൊങ്കാല നേർന്നുണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ നേർച്ചേട്ടാ. ഇത് പലരും നെഗറ്റീവായിട്ട് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോ വേറെ ഒന്നും നമ്മൾ പെട്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം സമയത്തിന്റെ ഇതുപോലെ നടക്കും, അത്രേ ഉള്ളൂ. നല്ലതിന് വേണ്ടി. ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് എന്തെങ്കിലും മിസ് ചെയ്യണോ? പിന്നെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ആള് ഞങ്ങളുടെ കൂടെ ഇല്ല. അതല്ലേ ചോദിച്ചു വന്നത്, കഴിഞ്ഞ കൊല്ലം കൂടെ ഉണ്ടായിരുന്ന ആള് ഇപ്രാവശ്യമില്ല. അത് വല്ലാത്തൊരു മിസ്സിംഗ് ആണ് അല്ലേ? പക്ഷേ എനിക്കൊരു സമാധാനം, ഞാൻ ആരും ഉപേക്ഷിച്ച് പോയിട്ടില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നല്ലേ. അവിടെ ആദ്യത്തെ വീഡിയോ ഞങ്ങളല്ലേ കാണുക. അത് നമ്മൾ ആഗ്രഹിക്കുമല്ലോ, നമ്മുടെ മകളല്ലേ, അപ്പൊ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ നമ്മൾ സേഫ് ആണോ എന്ന് ഞങ്ങൾക്ക് എപ്പോഴും അറിയണം. ശരിക്കും പ്രേക്ഷകർക്ക് ഒരു ഷോക്കിംഗ് ആയിരുന്നു. എന്താണ് സംഭവം പറയാൻ പറ്റുമെങ്കിൽ? ഞങ്ങൾക്ക് ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ പ്രേക്ഷകർക്ക് ഞങ്ങളൊരു കല്യാണത്തിൽ പോയി വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമ്മൾക്ക് ഷോക്കിംഗ് ആയിരുന്നു. അത് അവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ മതി, നമുക്ക് നല്ലതിനല്ല. എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച മാതിരി നടന്നിട്ടില്ല, അപ്പൊ നമുക്ക് നല്ലതിനല്ല. ഇനി എല്ലാം താനെ വഴി കാണാം, അത്രേ ഉള്ളൂ. എല്ലാം സേഫായിരിക്കട്ടെ എന്ന് വലിയ ദൈവത്തോട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അവിടെ ഞങ്ങൾ എല്ലാവരും കരഞ്ഞു. അതിപ്പോ കണ്ടു, അവള് കരഞ്ഞു, ഞാൻ കരഞ്ഞു, അച്ഛൻ കരഞ്ഞു. നമുക്കത് കരയാനല്ലേ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു അവർക്ക് നമ്മളെ പറ്റി ഒന്നും അറിയില്ല. കമന്റ് ഉണ്ടോ ആർക്കും ഞങ്ങളെ പറ്റി അറിയില്ലല്ലോ. നല്ലത് പറഞ്ഞവരുണ്ട്, നെഗറ്റീവ് നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ വേദന എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ അറിയിക്കരുത്, ഇനി ഏറ്റപ്പോ കരഞ്ഞു പോകും. പ്രായത്തിന്റെ ഒരു കുട്ടിത്വമായിട്ട് അതാ പറയണത്. ഇനി എല്ലാം നല്ലതിനായിട്ട് വരട്ടെ. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ അത്രയാണ്, അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഒരു ദിവസം നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് നമുക്ക് ടെൻഷനാണ് എന്ത് തെറ്റ് ചെയ്യുന്നത് എന്ന്. ആദ്യം ഞങ്ങൾ ചെയ്തോളം എൻ്റെ വീഡിയോ ആയാലും സ്റ്റോറി ഞങ്ങൾ കാണുന്നുണ്ട്, ഇല്ല എന്നുള്ള പറയുന്നത്. അത് മോളെ സേഫ് ആണെന്ന് എനിക്കറിഞ്ഞു. ഒന്നുമില്ല, ഞാൻ എൻ്റെ മോളെ സേഫ് ആണെന്ന് എനിക്കറിയാം. അവിടെ എവിടെ പോയാലും ഞങ്ങൾ രണ്ടാളുടെ മകളല്ലാണ്ട് ആവില്ല. സംസാരിക്കുമ്പോൾ പുറമെ ചിരിക്കുവാണെങ്കിലും ഉള്ളിൽ ടബില് ഞാൻ ഒന്നും പറയാ ആളല്ല. വേണ്ട, ഞാൻ ഒന്നും പറയണില്ല. ആ കേസിൽ ഞാൻ ഒന്നും പറയണില്ല. എന്ത് പറഞ്ഞാലും നമുക്ക് തിരിച്ചടികളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് വരികയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആരും വെറുപ്പുള്ളതുകൊണ്ടൊന്നല്ല. നല്ലതൊക്കെ നടക്കുമ്പോൾ എവിടെയൊക്കെ വെച്ച് നമുക്ക് തമ്മിൽ കാണാം അല്ലേ. എല്ലാ വർഷം എല്ലാ വർഷം നിങ്ങളെ നിങ്ങൾക്ക് കാണണം, നിങ്ങൾക്ക് നിങ്ങളെയും കാണണം. ഓക്കെ, പോട്ടെ. ഹായ് പറയൂ.